ഇസ്രായേൽ അങ്ങനെ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചിരിക്കുകയാണ്. ലോകം സമാധാനത്തിലേക്ക് എന്നുള്ള രീതിയിലാണ് കേരളത്തിലെ അടക്കമുള്ള മലയാള മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. മീഡിയ വൺ ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇസ്രായേൽ തോറ്റേ, ഹമാസ് ജയിച്ചേ എന്നുള്ള രീതിയിൽ അവരിത്രയും നാളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അടുപ്പൂട്ടി ചർച്ചക്കാരും അവരെല്ലാവരും. അതായത് നാളെ മുതലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും. ഇസ്രായേലിന്റെ മന്ത്രിസഭയും തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് 16 ദിവസത്തേക്കാണ് ഇപ്പോൾ ആദ്യത്തെ വെടിനിർത്തൽ കരാർ. അത് കഴിഞ്ഞ് അടുത്തത് ഉണ്ടാവും. അപ്പോഴത്തേനും ബന്ദികളെ മോചിപ്പിക്കും. സത്യം പറഞ്ഞാൽ ഇതിന്റെ തുടക്കം ഒക്ടോബർ 7 2023 നമ്മൾ ആ സമയത്ത് ചർച്ച നടത്തി. അന്ന് നമ്മൾ പറഞ്ഞതുമാണ് തിരിച്ചു കിട്ടാൻ പോകുന്നത് എന്തായാലും വളരെ കൂടുതലായിരിക്കും. ചോദിച്ചു മേടിച്ചൊരു ആത്മഹത്യ തന്നെയായിരുന്നു. പിന്നെ മരിക്കുന്നത് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കരയുന്നു. ഇവിടെ കുറെ കരച്ചിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അവർക്ക് പട്ടിണിയാണ്, ആശുപത്രികളെ ആക്രമിച്ചു എന്നൊക്കെ. പക്ഷെ ഇത് ആക്രമിക്കുമ്പോൾ തന്നെ ഹമാസിന് അറിയാം തിരിച്ചിങ്ങനെ തന്നെയായിരിക്കും വരിക. ഞാൻ ആ ദിവസം ഓർക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം 23-ാം തീയതി വൈകുന്നേരം ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഇസ്രായേലിലേക്ക് കയറി ഹമാസിന്റെ ഭീകരർ എന്ന് തന്നെ വിളിക്കണം, കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ചൊരു വാർത്ത, ആ ഒരു വാർത്ത എത്തുമ്പോൾ തന്നെ നമ്മളൊരു ചർച്ചയിലേക്ക് പോയി. ഈ ചർച്ച നമ്മളിത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വരെ ഈ പറയുന്ന ഹമാസിന്റെ അല്ലെങ്കിൽ ഹമാസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആവേശത്തോടു കൂടി വാർത്തയും അതുപോലെ സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഹമാസിന്റെ വലിയ സംഭവങ്ങളെ കുറിച്ച് അവർ ഭയങ്കര ഗ്രേറ്റ് ആണെന്നുള്ള രീതിയിലെ കുറിച്ചൊക്കെ തോൽവി, അതെ, ഇതെല്ലാം മൊസാദിനെ കളിയാക്കിക്കൊണ്ട് മൊസാദിനെ ട്രോളിക്കൊണ്ടുള്ള ട്രോളുകളൊക്കെ വരുമ്പോഴും നമ്മൾ ആ ചർച്ചയിൽ പറഞ്ഞൊരു പ്രസക്തമായ ഭാഗം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മളാണ് ഈ ഒരു ആദ്യത്തെ ചർച്ച ആ മിനിറ്റുകളിലെ ആക്രമണം നടന്ന മിനിറ്റുകളിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ശക്തമായ ഒരു മറുപടി ഉണ്ടാവും. അതിൽ പറയുന്ന പോലെ കുട്ടികളും സ്ത്രീകളും മരിച്ചെന്നുള്ള കരച്ചിലുകൾ നമ്മൾ പല ഭാഗത്തുനിന്നും കേൾക്കേണ്ടി വരും. ആശുപത്രികളടക്കം ഈ പറയുന്ന പോലെ ഇലക്ട്രിസിറ്റി എല്ലാം അവർക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇതൊക്കെ ഈ പറയുന്ന നമുക്ക് ഇവിടെ ഊഹിക്കാമെങ്കിൽ ഹമാസിന്റെ നേതാക്കൾക്കും അറിയാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹമാസിന്റെ നേതാക്കളാണ് ഈ 50,000-ഓളം പേരെ കൊലയ്ക്ക് കൊടുത്തത്. 16 മാസം നീണ്ടു നിന്ന വലിയ യുദ്ധമെന്ന് തന്നെ പറയാം. ഇസ്രായേൽ ചില സമയത്തെല്ലാം അവരൊരു മാനുഷിക മൂല്യങ്ങളൊക്കെ കൽപ്പിച്ചിരുന്നു. അതൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ആക്രമണമായിരുന്നു കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ഇപ്പൊ ഈ യുദ്ധം അവസാനിക്കണമെന്നും ഇനി പശ്ചിമേഷ്യ സ്ഥിരമായിട്ട് സമാധാനം പുലരണമെന്നും. ഇത് നമുക്ക് ഇനിയും നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. നോക്കൂ, ഇത് കുറെ ബന്ദികളായിട്ട് കുറെ ആളുകളെ, ഇസ്രായേലികളെ പിടിച്ചുകൊണ്ട് പോവാണ് ആദ്യം ചെയ്തത് ഹമാസ് വിചാരിച്ച എന്താ വെച്ചാൽ ഒരു പട്ടാളക്കാരന് വേണ്ടി ഒരുപാട് പേരെ മോചിപ്പിച്ച ഒരു കഥ ഇസ്രായേലിന് പറയാനുണ്ട് മുമ്പ്. അപ്പോൾ 100ഓളം രാജ്യത്തെ പൗരന്മാരെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കോംപ്രമൈസിലേക്ക് ഇസ്രായേൽ കൂടുതലായി ശ്രമിക്കുന്നു. ആ ഒരു സെന്റിമെന്റൽ ഒരു റൂട്ട് വെച്ചിട്ട് പിടിക്കാമെന്നും ഹമാസ് കരുതി. പക്ഷെ അവിടെ ഹമാസ് തോറ്റു. നോക്കൂ, ഒരു തലവൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഹമാസ് വന്നു. ഗസ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം, ആ ഒരു പ്രദേശം, ഇപ്പോഴത്തെ ഒരു അവസ്ഥ അവിടുത്തെ ഏറ്റവും ഒരു ഭൂകമ്പം വന്ന അവസ്ഥയായി. എന്ത് കിട്ടി, ആർക്ക് എന്ത് ലഭിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ മീഡിയ വണ്ണൊക്കെ ഈ ആവേശം കാണിക്കുമ്പോൾ എന്ത് ലഭിച്ചു എന്നുള്ളൊരു ചോദ്യം വീണ്ടാത്ത അവശേഷിക്കുന്നുണ്ട്. അതെ, ആരാ ജയിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരയില്ല. നഷ്ടപ്പെട്ടതാണെങ്കിൽ കുറെ പേർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഇസ്രായേലിനാണെങ്കിൽ പോലും കുറെ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഇത് ചെയ്യുന്നവർക്കറിയാം ഈ പറഞ്ഞ പോലെ ഇവരെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാലും ഇസ്രായേൽ ഒരിക്കലും സമാധാനത്തിന്റെ വഴി കൂടെ വന്ന് ഇവരുടെ കാല് പിടിക്കില്ല എന്ന് ഊഹിക്കാനുള്ള കഴിവൊക്കെ ഹമാസിനും ഉണ്ടാവും. ഈ അമേരിക്കയും കേരളവും തമ്മിലൊരു ബന്ധമുണ്ട്. ബന്ധം എന്ന് വെച്ചാൽ രണ്ടും ഉൾട്ടയാണ്. നമ്മൾ പുതിയ ഒരു എലക്ഷൻ വരുമ്പോൾ നമ്മൾ കിറ്റ് കൊടുക്കും. ഇത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഉള്ള ഒരു കിറ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ബൈഡന്റെ അവസാന കാലത്തുള്ള ഒരു സംഭവമാണ് എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കാരണം നാളെ തോടുകൂടി ട്രംപ് വരെയാണ്. തിരിച്ചും വിചാരിക്കാം. കാരണം ട്രംപ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ചിലപ്പം എന്തായിരിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു റിസൾട്ടും കൂടെ കാണാം. ട്രംപാണ് വരുന്നതെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് ട്രംപ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ ട്രംപിൻ്റെ രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും വരിക. നമ്മൾ പ്രതീക്ഷിച്ചതും അങ്ങനെയാണ്. ഏതായാലും അതിനൊരവസ്ഥ ഉണ്ടായിട്ടില്ല. അവിടെ തന്നെ തീർന്നു. ഏതായാലും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചു. ഇസ്രായേൽ മന്ത്രിസഭ ഇത് അംഗീകരിച്ചു. 16 ദിവസത്തേക്ക് വെടിനിർത്തൽ വരെയാണ്. ഈ സമയത്ത് വല്ല അലമ്പും കാണിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമാണ് പിന്നെ പേടിക്കാനുള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് സമാധാനമാണെന്ന് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒന്നും സംഭവിക്കാതിരിക്കട്ടെ.
ഇത് അമേരിക്കയുടെ ഒരു നയതന്ത്ര വിജയം, അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി അമേരിക്ക മുൻപിൽ നിന്നു എന്നൊക്കെ പറയുന്ന ഒരു വാർത്തയിലേക്ക് കൊണ്ടുവരാൻ അമേരിക്കയെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒബാമ പോകുന്ന സമയത്തും ഇവരെല്ലാവരും ഇറങ്ങുന്ന സമയത്ത്, അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ കിറ്റാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനം ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു കാര്യം. ഒരു നോബൽ പ്രൈസിന് വരെ ചാൻസ് ഉണ്ട്. അതെ അതെ. നമ്മുടെ ഉമ്മൻചാണ്ടി ആദ്യ മന്ത്രിസഭയിൽ ഇറങ്ങുന്ന സമയത്ത് ഓടിപ്പിടച്ച് സ്മാർട്ട് സിറ്റി ഒപ്പിട്ട പോലെ ഒക്കെ ഇതിനെ വ്യാഖ്യാനിക്കാം. എന്തായാലും തമാശയല്ല. 100ഓളം ബന്ദികളെയാണ് പിടിച്ചുകൊണ്ട് പോയത്. അതിനകത്ത് 33 പേരെ എങ്ങാണ്ട് ഇവര് ഇപ്പോൾ കൈമാറും. ഇനി എത്ര പേരുണ്ട് ഹമാസിന്റെ കയ്യിൽ എന്ന് പറയുന്ന ഒരു ചോദിച്ചാണ്. ഇത്രയും പേരെ പിടിച്ചുകൊണ്ട് പോയാലും പിന്നെ അവർ വരുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാണേണ്ടി വരും. അതെ, അത് മാത്രമല്ല ബാക്കിയുള്ളവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം പിടിച്ചോണ്ട് പോയിട്ട് എങ്ങനെയാണ് ആ വണ്ടിയിലിട്ട് ഇവർ തട്ടിക്കൊണ്ട് പോയത് നമ്മൾ കണ്ടതാണ്. ഒരു പെണ്ണിനെ നഗ്നയാക്കിയിട്ട് മർദ്ദിച്ച് അള്ളാഹുവെറും വിളിച്ചുകൊണ്ടൊരു വണ്ടി കൂടെ കൊണ്ടുപോകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇനി ആ പകയൊക്കെ കൂടെ തീർത്തിട്ടാണോ ഈ വരുന്ന ബന്ദികളുടെ അവസ്ഥ നമുക്ക് കാണേണ്ടി വരും. ലോകത്ത് സമാധാനം പുലരട്ടെ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ഭാരതത്തിൻ്റെ ആപ്തവാക്യം. എന്തായാലും സമാധാനത്തോടു കൂടിയുള്ള ഒരു ലോകത്തെ കാണാൻ കഴിയട്ടെ. മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.